തലവെച്ച് ഉറങ്ങുന്നത് ദോഷമാണോ? വാസ്തുവും ശാസ്ത്രവും പറയുന്ന യഥാർത്ഥ സത്യമിതാ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾക്കിടയിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. തെക്കോട്ട് തലവെച്ച് കിടക്കരുത്, അത് മരിച്ചാൽ മാത്രം കിടത്തുന്ന ദിക്കാണ്, തെക്ക് കാലന്റെ ദിക്കാണ് എന്നത്. ഈ ഒരു കാരണം കൊണ്ട് പലരും തെക്കോട്ട് തലവെച്ചുറങ്ങാൻ ഭയപ്പെടുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രവും ആയുർവേദവും എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? തെക്കോട്ട് തലവെച്ചുറങ്ങുന്നത് തെറ്റാണോ? ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ ഈ വലിയ സംശയം ഇന്നത്തോടെ മാറും. ആദ്യം തന്നെ പറയട്ടെ, വാസ്തുശാസ്ത്രപ്രകാരവും ആയുർവേദ വിധി പ്രകാരവും ഒരാൾ ഉറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ഉത്തമമായ ദിശ തെക്കോട്ട് തലവെച്ചുറങ്ങുന്നത് തന്നെയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇതിനു പിന്നിൽ കേവലം വിശ്വാസങ്ങൾ മാത്രമല്ല, വളരെ കൃത്യമായ സയൻസും ലോജിക്കുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം ഭൂമിയുടെ കാന്തിക വലയം അഥവാ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി എന്നത് വലിയൊരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയുടെ കാന്തിക ക്ഷേത്രം തെക്ക് ധ്രുവത്തിൽ നിന്ന് തുടങ്ങി വടക്ക് ധ്രുവത്തിലേക്കാണ് ഒഴുകുന്നത്. മനുഷ്യ ശരീരത്തിലും ഇരുമ്പിന്റെ അംശം അഥവാ അയൺ ഇൻ ബ്ലഡ് ഉള്ളതുകൊണ്ട് ശരീരത്തിനും ഒരു കാന്തിക ക്ഷേത്രമുണ്ട്. നമ്മുടെ തല വടക്കു ഭാഗമായും കാൽ തെക്കു ഭാഗമായുമാണ് കണക്കാക്കുന്നത്. നിങ്ങൾ വടക്കോട്ട് തലവെച്ച് ഉറങ്ങുകയാണെങ്കിൽ ഭൂമിയുടെ വടക്കു ധ്രുവവും നിങ്ങളുടെ ശരീരത്തിന്റെ വടക്കു ധ്രുവവും അഥവാ തലയും ഒരേ ദിശയിലാകും. സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഒരേ ധ്രുവങ്ങൾ തമ്മിൽ എപ്പോഴും വികർഷിക്കുകയാണ് ചെയ്യുക എന്ന്. ഇങ്ങനെ വടക്കോട്ട് തലവെക്കുമ്പോൾ തലച്ചോറിലേക്ക് അമിതമായ രക്തയോട്ടം ഉണ്ടാവുകയും അത് രാത്രിയിൽ ഉറക്കമില്ലായ്മ, തലവേദന, അകാരണമായ ഭയം, കൂടാതെ കാലക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് വടക്കോട്ട് തലവെച്ചുറങ്ങരുത് എന്ന് ശാസ്ത്രം കർശനമായി പറയുന്നത്. രണ്ടാമത്തെ കാരണം തെക്കോട്ട് തലവെക്കുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ തെക്കോട്ട് തലവെച്ച് കിടക്കുകയാണെന്ന് കരുതുക. ഭൂമിയുടെ തെക്ക് ധ്രുവവും നിങ്ങളുടെ ശരീരത്തിന്റെ വടക്കു ധ്രുവവും വിപരീത ധ്രുവങ്ങളായതിനാൽ അവ തമ്മിൽ ആകർഷിക്കും. ഇത് നമ്മുടെ നാഡീവ്യൂഹങ്ങളെ ശാന്തമാക്കുകയും ശരീരത്തിലെ രക്തയോട്ടം വളരെ കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ ലഭിക്കുന്നത് അഗാധവും ശാന്തവുമായ ഉറക്കമാണ്. ഇങ്ങനെ ഉറങ്ങുന്നത് ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദീർഘായുസ് ലഭിക്കാനും ഏറ്റവും നല്ലതാണെന്നാണ് ആയുർവേദവും പറയുന്നത്. ഇനി ആ തെറ്റിദ്ധാരണയെക്കുറിച്ച് പറയാം. തെക്ക് കാലിന്റെ ദിക്കല്ലേ? വാസ്തുശാസ്ത്രത്തിൽ തെക്ക് ദിശ യമധർമ്മന്റെ അഥവാ മരണത്തിന്റെ ദേവനായി തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ യമൻ എന്നത് നാശത്തിന്റെ ദേവനല്ല, മറിച്ച് അഗാധമായ വിശ്രമത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണ്. ദിവസവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യന് രാത്രിയിൽ വേണ്ടത് അഗാധമായ വിശ്രമമാണ്. മരണത്തിന് തുല്യമായ യാതൊരു അസ്വസ്ഥതകളുമില്ലാത്ത ശാന്തമായ ഉറക്കം ലഭിക്കാൻ തെക്കോട്ട് തലവെക്കുന്നതിനേക്കാളും മികച്ച മറ്റൊരു ദിക്കില്ല. മരിച്ചവരെ തെക്കോട്ട് തലവെച്ച് കിടത്താൻ കാരണവും ഇത് തന്നെയാണ്. അവരുടെ ആത്മാവിന് യാതൊരു ഭൗതികമായ ആകർഷണങ്ങളുമില്ലാതെ അഗാധമായ ശാന്തി ലഭിക്കാൻ വേണ്ടിയാണത്. അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ തെക്കോട്ട് തലവെച്ചാൽ മരിച്ചു പോകുമെന്നൊരർത്ഥം അതിനില്ല. ഇനി മറ്റു ദിക്കുകളുടെ ഫലം കൂടി പറയാം. കിഴക്കോട്ട് തലവെച്ചുറങ്ങുന്നത് ഇത് വിദ്യാർത്ഥികൾക്കും ബുദ്ധിപരമായ ജോലികൾ ചെയ്യുന്നവർക്കും ഏറ്റവും ഉത്തമമാണ്. രാവിലെ ഉദിക്കുന്ന സൂര്യന്റെ പോസിറ്റീവ് എനർജി ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പടിഞ്ഞാറോട്ട് തലവെച്ചുറങ്ങുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കും കച്ചവടക്കാർക്കും ഇത് നല്ലതാണ്. എന്നാൽ തെക്കോ കിഴക്കോ കിട്ടാത്ത സാഹചര്യത്തിൽ മാത്രമേ പടിഞ്ഞാറ് തിരഞ്ഞെടുക്കാവൂ. ചുരുക്കത്തിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ തെക്കോട്ട് തലവെക്കാൻ സൗകര്യമുണ്ടെങ്കിൽ യാതൊരു സംശയവും ഭയവും ഇല്ലാതെ ഇന്നു മുതൽ അങ്ങനെ കിടന്നു തുടങ്ങുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തിലും മാനസിക ഉന്മേഷത്തിലും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ വലിയ അറിവ് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.